ാണ് ഇമാമിങ്ങൾ രാത്രി എന്ന് തന്നെ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് രാത്രിയിൽ മൗലിദ് ഓതാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് മൗലിദ് ഓതാൻ പാടില്ലെന്നോ എന്ന് പറയുന്നതും, അതുപോലെ ആ മൗലിദും സലാത്തും ബുർദയും ഒക്കെ ബഹളം വെക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും ഒരു പണ്ഡിതനും അനുയോജ്യമായ ശൈലിയല്ലെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേ അറ്റത്ത് ആദരവ് പ്രകടിപ്പിക്കാനും അവിടുത്തെ മൗലിദുകൾ കൊണ്ടാടാനും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനും അവിടുത്തെ സഹാബത്തിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെയും ആദരിക്കാനും സ്നേഹിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സർവ്വ തൗഫീഖും അല്ലാഹു നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം എത്രയോ പാപങ്ങളും ദോഷങ്ങളും വന്നുപോയ, എത്രയോ തകരാറുകൾ സംഭവിച്ചു പോയവരാണ് എന്ന ബോധം നമ്മുടെ എല്ലാം ഖൽബിൽ ഉണ്ടാകണം. നമ്മൾ ആരും പരിശുദ്ധന്മാരാണെന്നോ വലിയവരാണെന്നോ ഒരു ചിന്ത നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വിനയത്തോടുകൂടി വിഷയങ്ങൾ വിലയിരുത്തണം, വിനയത്തോടുകൂടെ വിഷയങ്ങളെ കണ്ടറിയണം. നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഒരു സൽക്കർമ്മത്തെയും ചോദ്യം ചെയ്യുകയോ നമ്മളൊരു കൂടുതൽ വിവരമുള്ളവരായി അങ്ങനെ ഒരു പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. ഈ മഹത്തായ മാസത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാലും അവിടുത്തെ മദ്ഹ് പറയുന്നതിനാലും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനാലും, നിങ്ങൾ കണ്ടില്ലേ എത്ര വലിയ മഹാനാണ്